Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പിയെ പറ്റി നമ്മൾ പറയുവാണെങ്കിലേ ഇപ്പം എല്ലാവർക്കും നോയമ്പല്ലേ, എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് മാത്രം കുറച്ച് നോയമ്പ്. അപ്പം സ്ഥിരം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ നോമ്പ് കാലത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഉന്നക്കായ, അങ്ങനത്തെ കുറേ സ്പെഷ്യൽ നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെ ചിക്കൻ ഫ്രൈ, ഇങ്ങനെ കുറേ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ നോമ്പ് തുറക്കുന്നത് അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ ഇപ്രാവശ്യം നോമ്പ് തുറക്കുമ്പോൾ ഞാനൊരു റെസിപ്പി പറഞ്ഞുതരാം. അത് കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും ഫെമിലിയർ ആണ്, എന്നാൽ അത്ര അങ്ങോട്ട് ഫെമിലിയർ അല്ല, എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ എന്നാലും നമ്മൾ ബേസിക്കലി അത് ഇല്ലാത്ത എന്നാന്ന് വെച്ചാൽ എന്നാന്നോ, അത് ശരിക്കും അത് പോർക്ക് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് ഈ പറഞ്ഞ കൂട്ട് പോർക്ക് ഇഷ്ടമാവുകയില്ല, ചിലർക്ക് ഇഷ്ടമാവുകയില്ല. അതുകൊണ്ടൊന്നും അതൊന്നും കണക്ക് കൂട്ടണ്ട. പക്ഷെ നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു മീറ്റ് ഐറ്റം ആ ചിക്കൻ അല്ലേ. അപ്പം ചിക്കൻ ആകുമ്പോൾ ആർക്കും ഒന്നും ഒരു എതിരും പറയുകയില്ല. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വിന്താലുവിന് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ചില കാര്യങ്ങളൊന്നും ചേർക്കുകയില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ചേർക്കും. അങ്ങനെയൊക്കെ ഒരു ഇൻബാലൻസിങ് ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. അതിന് വേണ്ടി ചേരുവകൾ എന്നാന്നുള്ളത് ആദ്യം പറഞ്ഞേച്ചാൽ ഈ പറഞ്ഞ കൂട്ടിട്ട് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അന്നേരം പിന്നെ ആദ്യം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ എഴുതിക്കോ. അന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് ചിക്കൻ. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെ കണക്കെടുത്തുകൊണ്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് മേടിച്ചേ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു നുള്ളു പഞ്ചസാര, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൊച്ചുള്ളി ഒന്നും വേണ്ട, നമുക്ക് ഇച്ചിരി സവാളയിൽ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വേണ്ടിയതാന്നു ഇച്ചിരി പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകം. ഇത് ഇത്രയും നമുക്ക് എന്നാന്നോ നല്ലതായിട്ട് അരച്ചെടുക്കാൻ നോക്കുവാന്നേൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. അതല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ നോക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാലും മതി. പിന്നെ വേണ്ടി കുറച്ച് ടൊമാറ്റോയാണ്. ശരിക്കും വിന്താലുവിന് നമ്മൾ ബേസിക്കലി എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ, വിനീഗർ ആന്നു മുന്നേ നിൽക്കണ്ടേ, ടൊമാറ്റോ അല്ല വേണ്ടിയത്. പക്ഷെ എന്നാന്നോ, നമുക്ക് ഇപ്പം ഞാൻ ഈ ടൊമാറ്റോ എന്നാത്തിനാന്ന് വെച്ചാൽ വിനീഗർ ഇച്ചിരി അങ്ങോട്ട് കുറച്ച് വെച്ചും ഈ പറഞ്ഞോട്ട് ഇച്ചിരി നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്താൽ ഇച്ചിരി കളർഫുൾ ആവത്തില്ലേ. അതല്ല, നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിനീഗർ എല്ലാം ചേർത്തേച്ച് പോവാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ, അന്നേരം ഇച്ചിരി ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഒരു റെഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന കാണാനും നല്ല രസമാണ്. പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒക്കെ ഇല്ലേ നല്ലൊരു നമുക്കൊരു എന്താ പറയുക, ഒരു എടുപ്പുണ്ടാവും. നെക്സ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കടുക് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതും അരിഞ്ഞേക്കുക. ഇത് എന്നാത്തിന് അരിഞ്ഞു വെച്ചേക്കുന്നതെന്നുള്ള പറഞ്ഞുതരാം. പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ സാദാ ജീരകം, പിന്നെ ഉപ്പ് വേണം. പിന്നെ വേണ്ടിയത് എണ്ണ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി എന്നാത്തിനാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നതെന്ന് അറിയാം. ആദ്യം നമ്മൾ ഇച്ചിരി അരയ്ക്കാനായിട്ട് എടുക്കുവേ. അത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ ചിക്കനോ അല്ലെങ്കിൽ ഏത് മീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് ഒരു 3/4 വെന്ത് കഴിയുമ്പോഴത്തേന് ബാക്കി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് അരയ്ക്കാനും ഒക്കും, പക്ഷേ എന്നാൽ നമ്മുടെ കറിയിലോട്ട് ഇടാനും ഒക്കും. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ എടുത്തേച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്ഥിരം പറയുന്ന പോലെ വറക്കാനൊന്നും പോകുന്നില്ല, മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചാൽ മതി. വിന്താലുവിന് ബേസിക്കലി ഓർത്തോണം, നമ്മുടെ വിനാഗിരിയുടെ ഒരു പുളിപ്പാണ് ഫ്രണ്ടിൽ വരേണ്ടത്. ടൊമാറ്റോ ആദ്യം മതിയെന്നുണ്ടെങ്കിൽ വിനാഗിരി ഈ പറഞ്ഞ കൂട്ട് 50-50 റേഷ്യോയിൽ അന്നേച്ച് പോയാൽ മതി. ഏതാ ടേസ്റ്റ് അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, അതേതാ വേണ്ടിയെന്ന് വെച്ചാൽ. ഇപ്പം എന്തായാലും ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഇനി ഈ ചിക്കനകത്തോട്ടാണ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും അതിൻ്റെ കൂടെ ഇച്ചിരി വിനാഗിരിയും ഇച്ചിരി ഉപ്പും. മുളക് പൊടി 50-50 റേഷ്യോയിലാണ്. ആദ്യം ഇച്ചിരി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ അരയ്ക്കാനായിട്ടും വേണം. അതുകൊണ്ട് പിന്നെ അതനുസരിച്ച് ഇട്ടാൽ മതി ചിക്കനകത്ത്. അതായത് ടോട്ടൽ കറിയുടെ എരിവ് വരുന്നതിൻ്റെ 50-50. ടോട്ടൽ കറിക്ക് എത്ര എരിവാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മുളക് പൊടി എടുത്താൽ മതി. എന്നിട്ട് ആ മുളക് പൊടിയുടെ 50 നമ്മൾ മാരിനേറ്റ് ചെയ്യാനും
50 നമ്മൾ ഇച്ചിരി അരപ്പ് അരയ്ക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനീഗർ, ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോവാന്നേ. അടുത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് അങ്ങോട്ട് കത്തിച്ച് വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണേ. എണ്ണ ഒഴിച്ച് വെച്ച് ഒരു എന്നാ പറയുക, നമ്മുടെ കറിക്കൊക്കെ വേണ്ടി എത്രയാ കടുകിൻ്റെ ഒക്കെ അളവ് എങ്ങനെയാ ഞാൻ പറയുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്ന് പറയാൻ നോക്കിയേലേ. അന്നേരം പിന്നെ കറിക്കുള്ള കടുക് ഇതിനകത്തോട്ട് ഇടുക. ഈ കടുക് ഇട്ട് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനകത്താണെങ്കിൽ ഒരു കാര്യമില്ല അല്ലേ. അതെന്നാ കാര്യമാ, അതെന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി അതിനകത്തില്ല അല്ലേ. അന്നേരം ഈ പറഞ്ഞോട്ട് ഒരു മഞ്ഞപ്പൊടി ഇല്ലാതെ നമുക്ക് എന്നാണേലും ഒരു കറി ഐശ്വര്യമായിട്ട് വരികയില്ല. അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിനകത്തോട്ട് ഇട്ടേച്ച് ആ മഞ്ഞപ്പൊടിയുടെ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, അതായത് മഞ്ഞപ്പൊടിക്ക് മഞ്ഞപ്പൊടിയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ആ റോ ടേസ്റ്റ് അങ്ങോട്ട് മാറുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയിടാം. കടുക് പൊട്ടിയേ, അന്നേരം അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, എന്നുവെച്ച് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റാം. ഞാനൊരു ഇച്ചിരി ഉള്ളി വെക്കുവാന്നേ. എന്നാന്നറിയാവോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മസാല ഒന്ന് അരച്ചെടുക്കണം. ശരിക്കും എൻ്റെ ആൻറ്റിമാരും അമ്മമാരൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ മസാല ശരിക്കും ക്രഷ് ചെയ്തല്ല, കുറച്ചൊന്ന് അരച്ചെടുത്താൽ നല്ലതാണെന്നാണ് പറയുന്നത്. അന്നേരം ഈ പറഞ്ഞ കൂട്ട് നമുക്ക് അന്നേരം നമ്മൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ അരയ്ക്കുവാന്നേൽ എത്രത്തോളം അരയ്ക്കാൻ നോക്കും അല്ലേ. അന്നേരം ഒത്തിരി ഒന്നും അരയാൻ നോക്കത്തില്ല, അതങ്ങ് ക്രഷ് എന്നാ പറയുന്നത് പൊടിച്ച് വരത്തേ ഉള്ളൂ. അപ്പം അതിനൊരു വിദ്യയാന്നു നമ്മൾ ഇച്ചിരി ഒരു ഉള്ളി മാറ്റി വെച്ചേച്ച് മിക്സിയിലോട്ട് ആ ഉള്ളി ഇട്ട് നമുക്ക് വേണ്ടിയ മസാലയും എത്രയെന്ന് വെച്ചാൽ ഇട്ടേച്ച് അരച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് അരഞ്ഞു കിട്ടും. ഈ പറഞ്ഞ കൂട്ട് ഒന്നും മഷി കൂട്ടൊന്നും അറിയുകയില്ല, എന്നാലും ഇച്ചിരി അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്നോ, നമ്മുടെ മസാല ഒന്ന് അരയ്ക്കാവേ. അന്നേരം മിക്സി വേണ്ടേ. അതിനകത്തോട്ട് നമ്മുടെ ഈ ബാക്കി വന്നേക്കുന്ന ഉള്ളിയില്ലേ, ബാക്കി വന്നേക്കുന്നതെല്ലാം നമ്മൾ എടുത്ത് വെച്ചേക്കുക. ആ ഉള്ളി അങ്ങോട്ട് ഇട്ടേച്ചും പട്ട ഒരു കഷ്ണം മതി, ഒത്തിരി കൂട്ടണ്ട. അഥവാ ഇച്ചിരി കുറവാന്നേൽ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഗരം മസാല ഇച്ചിരി ചേർത്തേച്ചാൽ മതി. പക്ഷെ ആ ഗരം മസാലയ്ക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ, അതിനകത്ത് ഈ പറഞ്ഞ തൊട്ട് തക്കോലോ അതെല്ലാം ഉണ്ടേ, അതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇച്ചിരി ഒന്ന് കൂടുതലായിപ്പോയാൽ പോലും തരക്കേടില്ല. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുറയാൻ പാടില്ലേ. പിന്നെ ഈ സെയിം സ്പൈസസ് ആണ് എടുക്കണ്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് ഗ്രാമ്പു, ഏലക്ക എനിക്ക് ബേസിക്കലി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടിയിടും. പിന്നെ കുരുമുളകാന്നു നെക്സ്റ്റ്. കുരുമുളകാന്നേൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് എരിവും കൂടെ ഒന്ന് നോക്കുക. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാന്നേൽ അങ്ങനെ ഏതാന്ന് വെച്ചാൽ ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് മതി. ഈ മസാല ഫസ്റ്റ് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ഈ അരച്ച മസാലയും കൂടി നമ്മുടെ ഈ ഉള്ളിയിലോട്ട് ഇടണം. നെക്സ്റ്റ് മസാല എന്ന് പറയുന്നത് ഫസ്റ്റ് ഇടാൻ പോകുന്ന കുറച്ച് മുളക് പൊടി. നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് പോയിട്ട് ബാക്കി മുളക് പൊടിയാണേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കടുക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉലുവ, പിന്നെ വേണ്ടിയത് കുറച്ച് സാദാ ജീരകം. ഇപ്പം നമ്മുടെ മസാല ഓൾമോസ്റ്റ് എന്നാ പറയുന്നത്, ആ മസാല നമ്മൾ ചേർത്തേക്കുന്ന മസാലയില്ലേ അതിൻ്റെയും ആ റോ ഫ്ലേവർ ഒന്ന് ശരിക്കും പോണം, നല്ലതായിട്ട് മൂത്ത് കിട്ടണം. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചേക്കുന്ന മസാലയില്ലേ അതിനകത്തോട്ട് ചേർക്കണം. ഇതിനകത്ത് ഈ മിക്സിയിലുള്ള മസാല എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇട്ടേച്ച് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ റോ ടേസ്റ്റ് പോകണം, അതിൻ്റെ മസാല ഇട്ടേക്കുന്ന മസാല എല്ലാം മൂക്കണം. മാത്രമല്ല നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയില്ലേ ആ എണ്ണ ഒന്ന് തെളിയണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ അരപ്പെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേന് ഒരു നല്ല ഒരു തിക്ക് ഗ്രേവി ആവുന്ന കൂട്ട് തന്നെയുണ്ട്. ഇനിയാണോ ഞാൻ പറയുന്നത്, നമ്മുടെ വിന്താലൂന് ടൊമാറ്റോ ബേസിക്കലി ചേർക്കാറില്ല. പക്ഷെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ, പിന്നെ വിനീഗറിൻ്റെ ഒരു പുളിപ്പിനെക്കാട്ടിലും എനിക്ക് കുറച്ച് ടൊമാറ്റോയുടെ ഫ്ലേവർ എനിക്ക് ഇച്ചിരി ഇഷ്ടമാണേ. അന്നേരം ഞാൻ ഒരു ഇച്ചിരി ടൊമാറ്റോ ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർക്കാൻ പോവുക. ഇച്ചിരിയാന്ന് പറയുമ്പോഴത്തേനും ഒരു കുറച്ച്, അതായത് ആ വിനാഗിരിയുടെ ഒരു എന്നാ പറയുന്നത് ആ ഒരു പുളിപ്പിനെ ഇച്ചിരി ഒന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പം ഞാൻ പറയുന്നില്ലേ, വിനീഗർ നമ്മൾ ഓൾറെഡി ആ ചിക്കനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ഇച്ചിരി ടൊമാറ്റോ ചേർക്കുക. ഈ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് എന്നാന്നറിയാമോ, ഈ ടൊമാറ്റോയും ഈ പറഞ്ഞ കൂട്ട് നല്ലോണം അങ്ങോട്ട് നമ്മുടെ ഗ്രേവി ആയിട്ട് അങ്ങനെ അലിയണം. അലിഞ്ഞേച്ച് ഇതേ കൂട്ട് തന്നെ നമ്മുടെ എന്നാ പറയുന്നത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണേ. അതേപോലെ ഈ ടൊമാറ്റോ നല്ലതായിട്ട് അങ്ങ് എന്നാ പറയുക നമ്മുടെ ഗ്രേവി ആയിട്ട് അങ്ങ് ചേരണം. ഈ പറഞ്ഞ കൂട്ടാ നമ്മൾ അരിഞ്ഞ കൂട്ടാ കഷ്ണം കഷ്ണം പോലെ അങ്ങ് കിടക്കല്ലേ. ഇന്ന് നമ്മുടെ ഈ സ്പെഷ്യൽ വിന്താലു കഴിക്കാൻ വരുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ്. ശരിക്കും എൻ്റെ കോളേജ് ടൈമിലൊക്കെ ഞാൻ ഒത്തിരി ഫിലിംസ് ഈ പറഞ്ഞ കൂട്ട് സിനിമയിൽ വരുമെന്ന് വിചാരിച്ചിട്ട് സിനിമ കാണുന്നതല്ല, അല്ലേലും നമ്മൾ ഈ സിനിമയൊക്കെ ബാക്ക്വേർഡ് ഒത്തിരി കാണാറുണ്ടല്ലോ. 90s 80s 70s നമ്മൾ സിനിമ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എമംഗ് ദ ഹീറോയിൻസ് ഞാനും അതെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്ത ഒരു ഹീറോയിനായത്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. അത് വേറെ ആരുമല്ല, നമുക്കൊക്കെ എല്ലാവർക്കും സുപരിചിതയായ വിധുബാല ചേച്ചിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചീനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാര്യം എന്നാന്നോ, ഫിലിമിൽ ഒരിക്കലും ചേച്ചിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്ത സമയത്താണെങ്കിൽ ചേച്ചി ഇൻഡസ്ട്രിയിലില്ലായിരുന്നു. ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് ആയിരുന്നു ചേച്ചി തിരിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിയില്ലായിരുന്നു. സോ അതൊരു ലോസ് ആയിട്ട് തോന്നി. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഈ പറഞ്ഞ കൂട്ട് എനിക്കിന്ന് ചേച്ചിയായിട്ട് കുറച്ച് നേരം വർത്താനം പറയാനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാട്ടോ. അതീ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ സ്പെഷ്യൽ വിന്താലു ചേച്ചിക്ക് കൊടുക്കുന്നത്. ഇനി എന്നാ ചെയ്യുന്നതെന്നോ, നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന് ഇതിനകത്തോട്ട് ഇടുക. ഇനി നമ്മുടെ ആ അരപ്പും എല്ലാം ഒന്ന് നല്ലതായിട്ട് നമ്മുടെ ചിക്കനേലൊന്ന് പിടിക്കണം.
നമ്മൾ ആ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് നമ്മുടെ ചിക്കനേൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചേ. ഇനി എന്നാന്നോ ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പക്ഷേ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അന്നേരം അത് നോക്കിയേച്ചും ചേർത്തേച്ചാൽ മതി. പക്ഷെ ഇപ്പം നമുക്ക് നോക്കാൻ അന്നേരം അറിയാൻ ഒക്കെയല്ലോ, ചിക്കനകത്ത് നിന്ന് വെള്ളവും കൂടെ വന്ന ആ ഗ്രേവി ഒന്ന് മിക്സ് ആവണ്ടേ, അന്നേരമല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഗ്രേവിക്ക് വേണ്ടിയ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തേച്ചാൽ മതി, പിന്നെ അന്നേരം ചേർക്കാമല്ലോ. നമ്മൾ ആ മസാല എല്ലാം ഇതിനകത്താക്കിയ ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കാനില്ല. ലാസ്റ്റ് കുറച്ച് പറഞ്ഞ പോലെ ടൊമാറ്റോ കുറച്ച് വേണമെങ്കിൽ ചേർക്കാവേ. അതെന്നാന്നോ ഈ പറഞ്ഞ കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിന്താലൂല് ബേസിക്കലി ടൊമാറ്റോ ഇല്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിൽ മല്ലിപ്പൊടി ചേർക്കണം, പക്ഷേ വിന്താലൂല് മല്ലിപ്പൊടി ഇല്ല. പിന്നെ നമ്മൾ മീനിന് ചേർക്കുന്ന ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിലടത്തൊക്കെ ആണെങ്കിൽ ജീരകം ചേർക്കും, സാദാ ജീരകം. ഇവിടെ നമ്മൾ സാദാ ജീരകം ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കടുക് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് പറയുക, ഞാൻ ഈ പറഞ്ഞ കൂട്ടി വിന്താലും ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ പാലായിലുള്ള ഒരു അമ്മാമ്മ ഏതാ എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത്. എന്നാ ടേസ്റ്റ് ആയിരുന്നു, കഴിച്ചു നോക്കുമ്പോൾ അന്നേരമല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിച്ചിട്ട് അമ്മാമ്മയൊന്നും എനിക്ക് ആദ്യം ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ആ അമ്മാമ്മയുടെ നാന്നു ലൂസുമാമ്മയാണ് ശരിക്കും എനിക്ക് വിന്താലു പറഞ്ഞു തന്നെ. ഭയങ്കര കൈപ്പുണ്യാട്ടോ ആൻറ്റിക്ക്. അപ്പോൾ പിന്നെ ആ സ്പെഷ്യൽ ടേസ്റ്റുള്ള വിന്താലു ഇന്ന് വിദ്ബാലി ചേച്ചി കഴിക്കട്ടെ. ഇനി ആ ടേസ്റ്റ് വരണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, ലാസ്റ്റ് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇച്ചിരി ഇട്ടയച്ചാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി വെളുത്തുള്ളി. നമ്മുടെ ചിക്കൻ വിന്താലു ഇവിടെ റെഡിയാന്നു. ഈ ചിക്കൻ വിന്താലു ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് സ്പൈസി അല്ലാതെ വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ചാൽ മതി, അല്ലെങ്കിൽ കുരുമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലത് ചപ്പാത്തിയുടെ കൂടെയാണ്. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് പറഞ്ഞാൽ ബറോട്ടയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഹെൽത്തും കൂടെ ഇച്ചിരി നോക്കിക്കോ. നമസ്തേ ചേച്ചി. നമസ്തേ. വരൂ ചേച്ചി. ഞാൻ ചേച്ചീനെ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ സ്ക്രീനിൽ ഞാൻ ചേച്ചീനെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ചേച്ചിനെ ഒന്ന് തൊട്ട് നോക്കട്ടെ, ബിക്കോസ് മൈ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ കൂട്ടാ. ബിക്കോസ് എന്നാന്ന് പറഞ്ഞുതരാവേ. എന്നാന്ന് വെച്ചാൽ ഞാൻ കോളേജ് ടൈമൊക്കെ ആയപ്പം ചേച്ചി ഞാൻ വെരി റെയർലി, എനിക്കറിയത്തില്ല വൈ ഐ വാച്ച്ഡ് എന്നൊന്നും എന്നോട് ചോദിക്കില്ല, എനിക്കറിയത്തില്ല, ഞാൻ ചേച്ചിയുടെ മൂവീസ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ബിക്കോസ് അതിൽ എന്നാന്ന് പറയാ, വി ലവ് മോസ്റ്റ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ആ ബാച്ചസ് കൂട്ടിക്കോ. ചേച്ചിയുടെ ഇവിടെ ഇങ്ങനെയില്ലേ ഈ ഇച്ചിരി പോകുന്ന ആ മുടിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ശരിക്കും അങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി വിദ്ബാൽ ചേച്ചിനെ പോലെ ഇങ്ങനെ ആവണം. മാത്രമല്ല ഞങ്ങളൊക്കെ നോക്കിയിരുന്ന എന്താ ചേച്ചിയുടെ സൈഡ് ഷോട്ടൊക്കെ കാണുമ്പോൾ ഇതും എന്നിട്ട് ചേച്ചി ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ടാ, ഒരു കുഞ്ഞു ചിരി അതിനകത്തൂടെ കിട്ടുന്നത്. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തു. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണുവാണെങ്കിൽ ഇച്ചിരി കുശുമ്പോട് കൂടി കണ്ടോളൂ. കണ്ടോ, ഇപ്പൊ എനിക്ക് മാത്രം ആ ഭാഗ്യം കിട്ടിയത്, കണ്ടില്ലേ ഇച്ചിരി കുശുമ്പ് പിടിച്ചോ. സത്യം ഭയങ്കരമായിട്ട് ഞാൻ ചേച്ചിനെ അഡ്മയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനും. അപ്പൊ എൻ്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം ചേച്ചിയോട് ഒരു അന്വേഷണം പറഞ്ഞു. ഓ തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിക്ക് ചേച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ ഞാൻ ചോദിച്ചാലല്ലേ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാനൊക്കത്തുള്ളൂ. പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി അഡ്മയർ ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടം വന്നു. ഈ പറഞ്ഞ ചേച്ചി ഒത്തിരി ഗ്യാപ്പിന് ശേഷം പിന്നെ ഞങ്ങൾ സ്ക്രീനെ കാണാൻ തുടങ്ങി ഈ ഇടയ്ക്ക്. അത് പക്ഷെ മിസ്സാവുന്നില്ല. ചേച്ചി കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങളിൽ ഒരാളായിട്ട് ചേച്ചി ഇങ്ങനെ എന്താ പറയാ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഞങ്ങളിൽ ഒരാളായിട്ട് അതൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ചേച്ചി നിൽക്കുമല്ലേ. അപ്പൊ ഞങ്ങൾക്ക് മിസ്സായി ഇടയ്ക്ക്, പക്ഷെ ഇപ്പൊ അതിങ്ങനെ ഫുൾഫിൽ ആയി വരുക. വി ആർ സോ ഹാപ്പി ചേച്ചി. പിന്നെ ഇനി എന്താ പറയാ കുഞ്ഞടുക്കളയിൽ വന്ന്
ഒരു ചെറിയ ഞാൻ സ്ഥിരം കാണുന്ന പ്രോഗ്രാമാണ് അനീഷ്. അതെ, സ്ഥിരം കാണുന്നതാണ്. കാരണം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, അത് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ ഫിഷ് മസാല മോളി അതിന്റെ റെസിപ്പി എഴുതി തരണം എനിക്ക്. തീർച്ചയായിട്ടും നല്ല പ്രോഗ്രാമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ യുവർ ടോക്ക് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്നറിയോ ചേച്ചി, ഈ പറഞ്ഞ കൂട്ട് എനിക്ക് ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി ജാട പിടിച്ചു നിൽക്കാൻ അറിയാൻ മേല. എനിക്ക് ആരോടെങ്കിലും ഇങ്ങനെ വർത്താനം പറഞ്ഞില്ലേല ഒരു വീർപ്പ് മുട്ടല്ലേ അല്ലേ, നല്ല ഓപ്പൺ ആയിട്ട് വർത്താനം പറയും. ഒരുപാട് വർത്താനം പറയുമ്പോൾ മനസ്സ് നല്ലതാന്ന് പറയും. എനിക്ക് എന്നല്ല കോംപ്ലിമെന്റ് ആക്കിട്ട് ചേച്ചി എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ. കണ്ടോ കണ്ടോ, ഇപ്പൊ ഞാൻ ചേച്ചിയോട് ഇത്ര ഇന്റിമസി ആയിട്ട് വർത്താനം പറയാം, എന്റെ ഫ്രണ്ട്സ് മിക്കവാറും എന്നെ കുത്തിക്കൊല്ലും, അത്ര ദേഷ്യം അവളുമാർക്ക് വരുന്നുണ്ട്. പക്ഷെ ചേച്ചി എനിക്ക് ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്. അതിലൂടെ എന്റെ ഒരു സ്പെഷ്യൽ അത് ചിക്കൻ വിന്താലു ആണ്. അപ്പൊ ഇതെന്റെ ഒരു ആന്റി എന്നെ പഠിപ്പിച്ചാണ്. അപ്പൊ എനിക്ക് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ. അപ്പൊ ചേച്ചിക്ക് സ്പെഷ്യൽ ഡിഷാ ചെയ്തത്. പിന്നെ ഒത്തിരി വിശേഷം ഉണ്ടേ, നമുക്ക് ഇരുന്ന് വർത്താനം പറയാം. ഊണില്ല എന്ന് പറയുന്ന കൂട്ടല്ല, പക്ഷെ എന്നാ പറയോ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടില്ലേ ഇച്ചിരി വിശേഷമൊക്കെ കേൾക്കണം. അന്നേരം പിന്നെ വിശേഷം വർത്താനം ഒക്കെ പറയുന്നതിന്റെ ഇടയില് ഞാൻ വിളമ്പത്തിന് എല്ലാരും തിന്നുന്നതിന്റെ ഇതിലായി പോകും. ഞാനും അതെ, ഞാൻ ആഹാരം കഴിച്ചു തുടങ്ങിയ പിന്നെ മിണ്ടല് കുറവാ. ആണോ? അപ്പൊ ചേച്ചിയുടെ ആദ്യം വഴക്ക് കേൾക്കുന്നത്. അവസാനം ചേച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ 5 മിനിറ്റ്. അപ്പൊ അതിലും വേറെ ഫസ്റ്റ് ഇംപ്രഷൻ നശിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളമ്പിത്തരാട്ടോ. ചേച്ചി ഫസ്റ്റ് ഈ ഫിലിമിലേക്ക് വരുന്ന ഒരു തുടക്കമല്ലേ, എങ്ങനെയാ വന്നേന്നും എന്തുവാ ചേച്ചിനെ നയിച്ചെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അഭിനയിച്ചത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്, സ്കൂൾ മാസ്റ്റർ എന്നുള്ള പടം. അതിൽ ഞാൻ അഭിനയിക്കാൻ ഇരുന്ന റോള് മാറി പിന്നെ വേറൊരു റോളാണ് ചെയ്തത്. അത് എൻ്റെ ഡാൻസ് പെർഫോമൻസ് അരങ്ങേറ്റത്തിൻ്റെ റിഹേഴ്സൽ കണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അന്ന് PR ബന്തലു എന്ന് പറഞ്ഞ ഫേമസ് പ്രൊഡ്യൂസർ ഉണ്ടായത്, പത്മിനി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ശിവാജിയൊക്കെ ഇതൊക്കെ എടുത്ത ആൾക്കാർ, എന്താ തിരുവിളയാടലല്ല, ശിവാജിയിട്ട് മുരടൻ മുത്തു അങ്ങനത്തെ ഒരുപാട് പടങ്ങളെടുത്ത ആൾ, MB രാജമ്മ എന്ന് പറയുന്ന നടിയുടെ ഹസ്ബൻഡ്. അപ്പോൾ അവരാണ് അതിലത്തെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ അദ്ദേഹം ഈ റിഹേഴ്സൽ കണ്ടപ്പോഴാണ് ചേച്ചിക്ക് ഒരു ഡാൻസ് ഉണ്ട്, മോളെ അഭിനയിപ്പിക്കുന്നു, ആ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കലയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു കുടുംബം ആയതുകൊണ്ട് ഒരു രസം തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത് ഞങ്ങൾ. പക്ഷെ അദ്ദേഹം തിരിച്ചെത്തുമ്പോഴേക്കും ആ ക്യാരക്ടർ കുട്ടി പത്മിനി എന്ന് പറയുന്ന നടിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ എത്തുകയും ചെയ്തു മദ്രാസിൽ. അപ്പോൾ അവർ അംബിക ചേച്ചിയുടെ പഴയ അംബിക ചേച്ചിയുടെ കൊച്ചു പ്രായത്തിൻ്റെ ഒരു റോളാണ് ചെയ്തത്. അതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ August 15 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മുഖം TV യിലുണ്ടാവും. കാരണം അല്ല ജയ 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 ജന്മഭൂമി എന്നൊരു പാട്ടുണ്ട്, മോസ്റ്റ് ഫേമസ് പാട്ടാണ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് വരും. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. ചെറിയ റോളാണ്, അങ്ങനെയാണ് അതിൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. ഒരു വാച്ചാണ് എനിക്ക് അന്ന് ഒരു ഗിഫ്റ്റ് തന്നത്. വാച്ച് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അച്ഛൻ്റെ മാജിക് ഷോൻ്റെ ആവശ്യത്തിനായിട്ട് അച്ഛൻ ജോലി രാജിവെച്ചിട്ട് ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അമ്മയുടെ ഒരു കോളേജ് മേറ്റ് ആയിരുന്നു PA തോമസ് എന്ന് പറഞ്ഞ അന്നത്തെ വലിയൊരു ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അമ്മയായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ ചോദിച്ചു, നല്ല ഒരു അതും ഈ ഡാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുമാരി കമലയെ പോലെ ഒരു വലിയ ഡാൻസർ ആവണം എന്നുള്ള മോഹമായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഡാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അഭിനയിക്കാം എന്നുള്ളവർ അങ്ങനെ ജീവിക്കുവാൻ അനുവദിക്കുക എന്നൊരു പടത്തിൽ നസീർ ഖാൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. വരണം, ഫീൽഡിൽ വരണം, നടിയാവണം, നല്ല ഒരു ഇതിലേക്ക് അങ്ങനെയൊന്നും ഒരു സ്വപ്നവും ഒരാഗ്രഹമോ എന്താ പറയുക സ്വപ്നത്തിൽ പോലും അത് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് ഇത് ചാൻസസ് വരുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഭയങ്കര ആങ്സൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ വന്ന സമയത്ത് ചില പടങ്ങൾ വരുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഓടിയിട്ടില്ല. ഈ പൊണ്ണുക്ക് തങ്ക മനസ്സ് എന്ന് പറയുന്ന തമിഴ് പടമാണ് എന്നെ ഒരു നടിയാക്കി മാറ്റിയ ഒരു പടം. ആ പടത്തിന് അത് ഞാൻ കുറേ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് അറിയപ്പെടുന്ന ഒരു മോഡലായിരുന്നു ചെന്നൈയിൽ. അത് കൊള്ളാലോ, അത് പറഞ്ഞേ ചേച്ചി. അത് VIP ഈ അന്നത്തെ വാനിറ്റി കേസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ I was the first model. വെരി ഗുഡ്. അങ്ങനെ അന്ന് ചെന്നൈയിൽ ഒരുപാട് വെച്ചാൽ അതും അമ്മയുടെ ഒരു അടുത്ത വീട്ടിൽ തൃശ്ശൂരുള്ള ഒരു ഫ്രണ്ടാണ്
ഈ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഈ ഇതൊക്കെ ഉള്ള അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ആദ്യം സാരിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണമെന്നൊന്നും വരുമല്ല, പക്ഷെ ഞാൻ ഉടുക്കുന്ന സാരിയൊക്കെ എനിക്ക് തരുമോ ചോദിച്ചു. ഇന്നത്തെ പോലെ ലക്ഷങ്ങളൊന്നുമല്ല, എനിക്കറിയില്ല പൈസ, ഇതിനൊക്കെ പൈസ കിട്ടുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞാൻ മോഡൽ ചെയ്യുന്ന എനിക്കിഷ്ടപ്പെടുന്ന സാധനങ്ങൾ സാരികളൊക്കെ ആണെങ്കിൽ സാരി എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ എടുക്കും. അതാണ് എൻ്റെ റെമ്യൂണറേഷൻ. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മോഡൽ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ചാന്ത് പൊട്ട്, അതിൻ്റെ ഒരു ശൃംഗാർ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ അതിന് മോഡൽ ചെയ്തപ്പോഴാണ് പി മാധവൻ, ശിവാജി ഗണേശനൊക്കെ ഉള്ള ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് അവർ നടത്തി. അതിൽ എന്നോട് അവർ മോഡലാണ്, അപ്പം ചേരണമെന്ന് നമ്മൾ പറ്റില്ല എന്ന്. അതിനൊന്നും ഞാനില്ല, എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇല്ല അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഉച്ച നേരത്തെ അവർ പ്രിലിമിനറി ഒക്കെ കഴിഞ്ഞു, ഫൈനൽ റൗണ്ട് എത്തി. അപ്പോഴെങ്കിലും അതിലെങ്കിലും വരാം, നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നാമ്പുറത്ത് വീട്ടിൽ കൂടെ മതിലൊക്കെ ചാടി സിനിമയ്ക്ക് പോയി. ഇവർ പഠിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷെ വൈകുന്നേരം സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ശിവാജിയുടെ ഒരു പടം നീതി എന്നൊരു പടം, സിനിമ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരവിടെ ഉണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട്. പോയില്ല, അതിന് നിർത്തിയില്ല. പിന്നെ അമ്മയൊക്കെ പറഞ്ഞു ഇത്രയും അവർ നിർബന്ധം പറയുമ്പോൾ ഒന്ന് പോയിട്ട് വരുന്നതിന് എന്താണെന്നുള്ള പോലെ. ഞാൻ അന്ന് തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിച്ച ദിവസമാണ്. അപ്പോൾ തലയിൽ എണ്ണ വീണ്ടൊക്കെ ഇപ്പോൾ ഷാമ്പൂ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ മേക്കപ്പ് ഇടില്ല, കണ്ണെഴുതില്ല, ദേഷ്യം പിടിച്ചുകൊണ്ട് ഞാൻ പോയി. പക്ഷേ ഐ വാസ് ഡിസ്ക്വാളിഫൈഡ്. കാരണം പ്രിലിമിനറീസിൽ ഞാൻ അപ്പിയർ ചെയ്യാത്തതുകൊണ്ട് എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു അവർ. പക്ഷേ അന്ന് ഒരുപാട് മലയാളീസും അന്ന് അവിടെ ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മോഡലിങ്ങിൽ, കോളേജിൽ പഠിക്കുന്നുണ്ട്, ഡാൻസസ് ഉണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ ബഹളം വെച്ചിട്ട് എനിക്കൊരു ഒരു ഗിഫ്റ്റൊക്കെ തന്നു. പക്ഷെ പി മാധവനാണ് പിന്നെ എന്നെ വിളിച്ച് ഈ പൊണ്ണുക്ക് തങ്ക മനസ്സ് എന്നുള്ള പടത്തിൻ്റെ ഓഫർ തന്നത്. പേര് പോലെ തന്നെ ചേച്ചി ഒരു നല്ല മനസ്സുള്ള ചേച്ചിയാണ്. പടത്തിൽ നല്ല ഏറ്റവും ചീത്ത ക്യാരക്ടറാണ് ചെയ്തത് ഞാൻ, വലിയ ക്യാരക്ടറാണ് ചെയ്തത്. വില്ലത്തി അതിനകത്ത് അതുകൊണ്ടാണ് ആ പടം അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കാരണം, വില്ലി ക്യാരക്ടർ ആയതുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വില്ലി ക്യാരക്ടേഴ്സ്. അയ്യോ പക്ഷെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ചേച്ചി ഒരു പാവം നല്ലൊരു ഞാൻ ആയിരുന്നില്ല, ഇപ്പൊ പാവായി. ആയിരുന്നില്ലേ? പക്ഷെ ഞങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാക്കല്ലേ ചേച്ചി, ഞങ്ങൾക്കൊക്കെ നല്ല ധാരണയാ ചേച്ചിയെ പറ്റി. അല്ല, ഞാൻ വാസ് വെരി ഷോർട്ട് ടെമ്പേർഡ്, വളരെ ഹോട്ട് ഹെഡഡ് ആയിരുന്നു ഞാൻ. ഒരു എന്താ പറയാ തല്ലൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ കസാര ഇച്ചിരി നീക്കിയിടട്ടെ. പക്ഷെ അത് കോളേജ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഏജിൽ ദാറ്റ് വാസ് അങ്ങനെ ഒരു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പ്രായം കൂടുന്നോറും അതിൻ്റെ വ്യത്യാസങ്ങൾ. പക്ഷെ ബേസിക്കലി ഐ എം എ സോഫ്റ്റ് പേഴ്സൺ. ഒരുപാട് ക്ഷമയുള്ള ഒരാളാണ്. ഒത്തിരി ക്ഷമയുണ്ട്. ഞാൻ എൻ്റെ ദേഷ്യം കാണിക്കുന്നത് എൻ്റെ ആവശ്യത്തിനാണ്. അപ്പൊ ചേച്ചിക്ക് അത് ശരിയെന്ന് തോന്നിയാൽ യു വിൽ ഫൈറ്റ് ഫോർ ദാറ്റ്. ഓ അത് ശരി, നോട്ട് ബാഡ്. ചേച്ചി നേരത്തെ പറഞ്ഞില്ല ചേച്ചി ഭയങ്കര തൻ്റെടിയായിരുന്നു, ആ ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതാണ്. പക്ഷെ അതൊക്കെ അമ്മയുടെ നിന്ന് കിട്ടിയതാണ്. ഷി വാസ് സോ ബോൾഡ്. നോ, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ നമ്മളൊരു പ്രായത്തിൽ കോളേജിൽ എസ്പെഷ്യലി ഞാൻ പഠിക്കുന്ന സമയത്ത് നാച്ചുറലി ആ ഒരു ഫേസ് നമ്മൾ കാണിക്കുമ്പോൾ ആൺകുട്ടികൾ നമ്മളെ കമൻ്റ് അടിക്കാനോ നമ്മളുടെ അടുത്ത് ഇത് വരാനോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വി കീപ്പ് അവേ. അവർക്കൊരു അപ്പം അത് എൻ്റെ ഒരു ഫാസ്റ്റ് ഫേസ് ആയിരുന്നു അത്. അപ്പം അച്ഛൻ പറഞ്ഞു തന്നപ്പം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അച്ഛൻ വിത്ത് എക്സ്പ്ലെയിൻ പറഞ്ഞു ഇതാണ് യു ഹാവ് ടു ബി സ്ട്രോങ്. അച്ഛൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നല്ല, മെൻ്റലി യു ഹാവ് ടു ബി അത് എങ്ങനെ വേണം, എവിടെ വരമ്പ് വരുത്തണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചില അച്ഛനും ഒരു കോളേജ് പ്രൊഫസറായിരുന്നുകൊണ്ട് ഈ ആൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കാൻ കാര്യം എന്നാന്നറിയാം ചേച്ചി, അമ്മയുടെ നിന്ന് കിട്ടിയ എന്നാന്ന് ചോദിക്കാൻ കാര്യം ഫ്രീഡം ഫൈറ്റർ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ എക്സെപ്റ്റ് സ്കേറ്റിംഗ് അല്ലാതെ ബാക്കി എല്ലാം അമ്മ എന്നെ പറഞ്ഞ് പഠിക്കണം എന്ന് പറഞ്ഞ ഹോഴ്സ് റൈഡിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒന്നിലും ഒരു കുറവ് വരരുത്, എവറിത്തിങ് യു ഷുഡ് നോ എന്നുള്ള ഒരു ഇതായിരുന്നു. അമ്മ ബോൾഡായിരുന്നു, വളരെ ബോൾഡായിരുന്നു അമ്മ. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഹോൾ ഫാമിലി അങ്ങനെയായിരുന്നു, കുറച്ച് വിപ്ലവക്കാരായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ തൊട്ടെൻ്റെ ശരി. അന്നൊക്കെ ഡ്രാമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതായിരുന്നു, ഇഷ്ടമല്ല, പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോയപ്പോൾ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാർ മുഴുവനും സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഗ്രാൻഡ് അങ്കിൾ മാത്രം സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം മാത്രം പറഞ്ഞു അത് സാരമില്ല, ഇത് ഏത് ഫീൽഡ് എന്നുള്ളതല്ല,
പക്ഷെ അവിടെ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ, അവിടെയാണ് വിധുവിൻ്റെ ഇൻഡിവിജ്വാലിറ്റി കാണിക്കേണ്ടത്. അതാണ് വേണ്ടത്. അത് ഏത് ഫീൽഡിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ തറവാടിത്തം വിളിച്ചിട്ടുള്ള കളി വേണ്ട, അത് അവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ ചേച്ചിയാണോ ആദ്യം വന്നത്, അതോ ചേച്ചി ബ്രദർ മധു അമ്പട്ട് സാറാണോ വരുന്നത്? ഞാനാണ് ആദ്യം വന്നത്. അപ്പൊ അത് കണ്ടിട്ടപ്പം ഗ്രാൻഡ് അങ്കിൾ ഇങ്ങനെ പെർമിഷൻ തന്നിട്ടാണ് സാറും ഓക്കെ എന്നാ അങ്കിളുടെ? അല്ലല്ല, ഏട്ടൻ്റെ കാര്യം വന്നപ്പോൾ എൻ്റെ അച്ഛൻ വളരെ എന്താ പറയുക ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ഏട്ടൻ IIT-യിൽ 25th റാങ്കിൽ പാസ്സായത് എൻട്രൻസ്, ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫസ്റ്റ് റാങ്കിൽ പാസ്സായി. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു അച്ഛൻ ഏതാണ് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് മതിയെന്ന്. അന്ന് ദ ഹോൾ ഫാമിലി, അച്ഛൻ്റെ അനിയന്മാരൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞു, IIT-യിൽ അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞു അല്ല, അവൻ്റെ പാഷൻ അതാണെങ്കിൽ അവൻ ചെയ്യട്ടെ, ബേസിക് ഡിഗ്രി ഉണ്ട്, പട്ടിണി കിടക്കില്ല, സേഫ്, അതെ, ട്യൂഷൻ എടുത്തെങ്കിലും ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് ലെറ്റ് ഹിം ഡു വാട്ട് ഹി വാണ്ട്സ്. അത് അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം തന്നിരുന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ വളർത്തിയോ അത് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ എല്ലാവരോടും പറയുന്നത്. ഓരോ കമൻറ്റും ഓരോ അഡ്വൈസോ ഇല്ല ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന, കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എന്ത് വേണം, എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഒരു തിയറി അല്ല ഞാൻ പറയുന്നത് പ്രോഗ്രാമിലൂടെ. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ട്രൈഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസാണ് അതൊക്കെ, സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസാണ്. ചേച്ചി ശരിക്കും ആ കഥയിലെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു നമ്മൾ എപ്പിസോഡ്സ് കാണുമ്പോഴത്തേക്ക് ചേച്ചി സൈക്കോളജിയാണ് എടുത്തത് തന്നെ. അപ്പം ശരിക്കും അത് എന്തോരം ചേച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ഹെൽപ്പ് ചെയ്യണത്. കാരണം നമ്മളൊരു കേസ് ഞാൻ ആദ്യം അവർ ഒരു ജസ്റ്റ് തരും എങ്ങനെയാണെന്നുള്ളത്. ആ കേസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും, ഇത് എവിടെയാണ് ഇതിൻ്റെ പിഴ വരുന്നതെന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ അവർ വന്നിരുന്ന് നേരെ തലകുത്തനെ ആയിരിക്കും അവർ പറയുക. പക്ഷെ ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ അവരുടെ ഉള്ളു മനസ്സിലാക്കി അത് പിന്നീട് ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് എടുത്ത് ട്രാപ്പിലാക്കി, അങ്ങനെ അത് ഒരുപാട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കോടതിയിൽ കേസസ് ചെല്ലുന്ന ഡൈവേഴ്സാണ്. അപ്പൊ ഈ വൈ ഇറ്റ് ഹാപ്പൻസ് ചേച്ചി, ഇത്രയും ഡിവേഴ്സ് നടക്കാൻ കാര്യം ചേച്ചി എന്താ പറയുന്നത്? അതുകൊണ്ട് ഇപ്പം മെയിനായിട്ട് വരുന്നത് ഞാൻ എൻ്റെ ജീവിതം, അത് ഭാര്യയും അങ്ങനെ ചിന്തിക്കുന്നു, ഭർത്താവും അങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ ഇല്ല, അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതൊക്കെ ഞാനിതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ ചെയ്തപ്പോൾ പല കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്. അതൊരു ഒരുപാട് കാലങ്ങളിലെ ഒരു മാസ് സൈക്കോളജി മാറി മാറി വന്നിട്ടുള്ളതിൻ്റെ ഒരു പരിണാമമാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ. അത് സ്റ്റാർട്ടഡ് ഫ്രോം ആർ ഇൻഡിപെൻഡൻസ്. ഫ്രീഡം കിട്ടിയപ്പോൾ തൊട്ട് അത്രയും ഒരു 100-300-400 കൊല്ലം അടിമകളെ പോലെ ജീവിച്ചവർക്ക് കിട്ടിയ ഒരു ഫ്രീഡം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നറിയാതെ നമ്മളുടെ സമൂഹം പലതും തെറ്റിദ്ധാരണയിലേക്ക് വെസ്റ്റേൺ ലൈഫിലേക്ക് മാറി അവരെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ പലതും എൻ്റെയൊക്കെ കോളേജ് കാലത്ത് ഹരേ രാമ ഹരേ കൃഷ്ണ ഹിപ്പി ആ ഒരു ഇതായിരുന്നു ടോട്ടലി. ആ ഇപ്പം അതില്ലെങ്കിലും അത് വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ ആ ചെറുപ്പക്കാരികളാണ് ഇന്നത്തെ ഗ്രാൻഡ് പേരൻസ്. So how much of value can they teach their grandchildren? അവരുടെ മക്കളെയും അവരുടെ മക്കളുടെ മക്കളേക്കും അവർക്ക് എത്രത്തോളം വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? അന്ന് അത് അനുകരിച്ചിരുന്നവർ, അതിനെ ക്ലിഫ് റിച്ചേർഡും അതും ഇതൊക്കെ. സോ ഇറ്റ് ഈസ് ഒരു വലിയൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സൊസൈറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ചേച്ചി ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് ത്രൂ ചേച്ചിയുടെ ലൈഫിൽ കൂടെ ചേച്ചി ഒരുപാട് യാത്ര ചെയ്തിട്ടാണോ, അല്ല എങ്ങനെയാ ചേച്ചിക്ക് ഈ ഒരു ഒത്തിരി യാത്ര? 10 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. അച്ഛൻ്റെ കൂടെ ഇനി ഞാൻ പോവാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ. ഒരുമാതിരി എല്ലാ സ്ഥലവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, സൗത്തിലും നോർത്തിലും ഒക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് യാത്ര. അപ്പം ഞാൻ എല്ലാ കൊല്ലവും ഒരു യാത്രയ്ക്ക് പോകും. അത് എൻ്റെ ഒരു പിൽഗ്രിമേജ് ആയിട്ടായാലും കൈലാസ്, ചാർധാം എല്ലാം പോയിട്ടുണ്ട്. ചേച്ചി ആ ഒരു എക്സ്പീരിയൻസ് പറയാം, കൈലാസത്തിൽ പോയത് ശരിക്കും ഒന്ന് പറയാം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആദ്യം കൈലാസം ഞാൻ തക്കലക്കോട്ട് നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ദൂരത്തുനിന്ന് കൈലാസം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. കാരണം എത്രയോ വയസ്സ് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരിതാണ് ഈ ബദ്രീനാഥും കൈലാസവും. കൈലാസം ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോകാൻ പറ്റുമെന്ന് പോലും വിചാരിച്ച, പ്രോത്തിമ ദേവിയൊക്കെ പോയിട്ട് മരിച്ച് നടക്കണ കാര്യമല്ല എന്ന് വിചാരിച്ച, അതെനിക്ക് സാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനത് ബദ്രീനാഥ് പിന്നെയും പറ്റും എന്നുള്ളൊരു ഹോപ്പെങ്കിലും ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഹോപ്പ് പോലും ഉണ്ടായിരുന്നില്ല.
എങ്ങനെയൊക്കെ അത് അങ്ങനെ എത്തിയപ്പോൾ അത് കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി. വണ്ടി നിർത്തി പറഞ്ഞു ഇറങ്ങിക്കോളും മേഡം, നന്നായി കണ്ടോളൂ എന്ന് പറഞ്ഞു. അയ്യോ ദാറ്റ് വാസ് മാനസരോവറിൽ അങ്ങോട്ട് മുങ്ങി കുളിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു തണുപ്പല്ലേ. അയ്യോ നല്ല ഐസല്ലേ, അപ്പൊ കാല് വെക്കുമ്പോ നമ്മൾ കോച്ച് വലിച്ച് നമ്മൾ ആദ്യം എടുക്കും, പിന്നെ അതങ്ങോട്ട് പതുക്കെ പതുക്കെ ഇറങ്ങി പോയിട്ട് ആദ്യത്തെ മുങ്ങലിനേ ഉള്ള ഒരു വറ, പിന്നെ ഒന്നുമില്ല, പിന്നെ നമ്മള് വിറങ്ങലിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ചേച്ചി? അങ്ങനെ അവിടെ ഒരു ദിവസമേ ഉള്ളൂ കൈലാസം, അവിടുത്തെ ആ ഒരു ഇതിലോ. അല്ല ചേച്ചി അതൊന്ന് പറഞ്ഞു, അവിടെ ചെന്നാ ചെയ്തു എന്താ ചെയ്ത് ഇപ്പൊ കേൾക്കുമ്പോ ഒരു നമ്മളൊക്കെ അവിടെ നമ്മള് തക്ലക്കോട്ട് വരെ ഇറ്റ്സ് എ നോർമൽ ഡ്രൈവ്. പക്ഷെ അവിടെ ഞങ്ങൾ പോയത് ഫ്ലൈറ്റിലായത്, എയർപോർട്ടിൽ ഈ ഹെലികോപ്റ്റേഴ്സിലൊക്കെയാണ്. അവിടുത്തെ ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്തിയാൽ എത്തി വന്നാൽ അതങ്ങനെയാ പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞേ ഒരു KSRTC ബസ് പോലെയാണ് ഫ്ലൈറ്റ്. അവർക്ക് ഇഷ്ടം, അവർക്ക് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നിയ സീറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടും, ഇല്ലെങ്കിൽ മണ്ണ് ചാക്കൊക്കെ എടുത്ത് അകത്തേക്ക്. പൈലറ്റ് നൂഡിൽസ് കഴിച്ചുകൊണ്ടാണ് ഫ്ലൈറ്റ്, ടീഷർട്ടൊക്കെ ഇട്ടോണ്ട്. അങ്ങനെയാണ്, ഞാൻ തമാശല്ല പറഞ്ഞു, അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇല്ല, മുമ്പിലത്തെ സീറ്റ് പിടിച്ചോളാൻ പറഞ്ഞു. പിടിച്ചോണ്ടിരുന്നോളാൻ പറഞ്ഞു അവര്. അപ്പൊ ചേച്ചിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. അല്ല എത്തിയാൽ എത്തിയില്ല. സിമിക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഹിൽസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഇതിലാണ്, അപ്പോൾ ഹെലികോപ്റ്ററിലാണ്. അപ്പം ഞങ്ങൾ പുറകെ 4 പേരാണ്. അപ്പോൾ അത് വെയിറ്റിനനുസരിച്ചാണ് നമ്മളെ കയറ്റുക. അപ്പോൾ എൻ്റെ സിസ്റ്ററിലുണ്ട്, ഞാനുണ്ട്, എൻ്റെ അടുത്ത് ഈ പാൻ പരാഗിൻ്റെ മുതലാളിയാണ്. അദ്ദേഹം ഒരു സുമോ റെസ്ലർ പോലെ ഒരാളാണ്. അദ്ദേഹം അതിൻ്റെ അപ്പുറത്ത് അവരയാളുടെ ഒരു മരുമാനം. മുമ്പിൽ 2 പെൺകുട്ടികളെ കയറ്റി സിമിക്കോട്ടുനിന്ന്. അവർ രണ്ടുപേരും അവിടുത്തെ ലോക്കൽ VIPs തോന്നുന്നു. അപ്പൊ നമ്മളുടെ പൈലറ്റിനൊരു ഹരം, അവർക്ക് നമ്മളുടെ ബൈക്ക് കയറിങ്ങനെ പെൺകുട്ടികളെ ഇത് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഹെലികോപ്റ്റർ ഇങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ കൊണ്ടുപോകും, കൂക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ ഹിൽസിൽ ഇറങ്ങിയപ്പോഴാ ശ്വാസം നേരെ വീണു. അല്ല അയാള് നൂഡിൽസ് കഴിച്ചിട്ടില്ല, മറ്റേ നൂഡിൽസ് കഴിച്ച്. ഫ്ലൈറ്റിന്റെ ഇത് ഹെലികോപ്റ്ററാണ്. അയ്യോ അത് ശരിക്കും നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വല്ല ക്ലൈമറ്റ് ചേഞ്ച് വരിക, ഹെലികോപ്റ്റർ കാഴ്ച കാണില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ പോകുന്നത് റിസ്ക് ആണ്. അവിടെ മാർഗം അല്ലല്ല, കാറിൽ പോവാം, റോഡിൽ കൂടെ പോവാം. റോഡിൽ കൂടെ പോകുന്ന സമയത്ത് 4 ദിവസം എടുക്കും നമ്മൾ അവിടെ എത്താൻ. 4 ദിവസം എടുക്കും. കാഠ്മണ്ഡുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 4 days ഫോർ us ടു റീച്ച് കൈലാസ്. ആ പോണ വഴിക്ക് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ടോയ്ലറ്റ്സ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടിബറ്റിലേക്ക് കിടന്ന there is no toilets, absolutely no toilets. ഉണ്ട്, പക്ഷെ അതിനകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. അവിടെ അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം കൈലാസ് യാത്രേൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നോ ടോയ്ലറ്റ്സ്. ടിബറ്റിൽ ചൈന ഡസൻറ്റ് അലൗ ടോയ്ലറ്റ്സ്. അതെന്താ ചേച്ചി? അതെന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ദേ ആർ കില്ലിങ്, ചൈന ഈസ് കില്ലിങ് ടിബറ്റ്. അവിടുത്തെ ദാരിദ്ര്യം കണ്ടാൽ നമ്മൾ സങ്കടം വന്നു പോകും. നമ്മളുടെ ഈ പൊട്ടില്ലേ, ഒട്ടിക്കുന്ന പൊട്ട്, അത് അവിടുത്തെ കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഞാനൊക്കെ കുറേ മേടിച്ചുകൊണ്ടുപോയി അവർക്ക് കൊടുക്കാനായിട്ട്. ശരി, ഞങ്ങളുടെ ട്രാവൽ ഏജൻറ്റ് പറഞ്ഞു കൊണ്ടുപോയി ചേച്ചി, അവിടെ കുറേ ആൾക്കാർ വന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കും, അവർ പാവം തോന്നും. അവിടുത്തെ ദാരിദ്ര്യം ഭയങ്കരമാണ്. ചൈന ഈസ് കില്ലിങ് ടിബറ്റ്. ശരിക്കും അവർ ടോയ്ലറ്റ്സ് അലൗ ചെയ്യുന്നില്ല. സ്വിറ്റ്സർലാൻഡിൻ്റെ മുകളിൽ, ആൽപ്സിൻ്റെ മുകളിൽ ടോയ്ലറ്റ് ഉണ്ട്. അവർ പറയുന്നത് ഇവിടെ ഐസായി പോകും, വെള്ളം ഇത് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് നോൺസെൻസ്. സ്വിറ്റ്സർലാൻഡിൽ അവർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ചേച്ചി അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് 1 day മാത്രമേ നിൽക്കാൻ പറ്റില്ല, തിരിച്ചു ആന്നല്ല. അവിടെ പ്രദർശനം വെക്കുന്നുണ്ടൊക്കെ നമ്മൾ പോലെ പറമ്പ്, ഒന്നുമില്ല, നത്തിങ്, ഈ മല മാത്രമേ. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അനി, ആ ഒരു കൈലാസം കാണുന്നത്, നമ്മൾ അതിൻ്റെ ആ ഒരു അബ്സല്യൂട്ട്, നമ്മൾ ശരിക്കും ശിവനെ കാണുന്ന പോലെ തോന്നും. എസ്പെഷ്യലി എനിക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ മേഘങ്ങളുടെ കളി കാണുമ്പോൾ ശരിക്കും താണ്ഡവമാണെന്നൊക്കെ തോന്നിപ്പോവും. ചേച്ചി ഈ എന്നോട് ഇത്രയും കാലത്തിന് ശേഷം ഞാനിപ്പോൾ ഒരു ഷോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു തിരിച്ച് ഫിലിമിൽ വരുമോ എന്നേ. ഞാൻ പക്ഷേ കാര്യം പറഞ്ഞു, പിള്ളേരായിട്ട് വരികയല്ലെന്ന്. ചേച്ചി വരുമോ? ചേച്ചിയുടെ കാലത്തുള്ള ശീലാമ്മ എല്ലാവരും വന്നു, ശാരദാമ്മ വന്നു, എല്ലാവരും വന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞാഗ്രഹമല്ലേ, ചേച്ചി വരുമോ? താല്പര്യമില്ല. എന്തോ ചേച്ചി? ഇല്ല, എന്ത് ചെയ്യാനാ, എനിക്ക് താല്പര്യം ഇല്ലാതെ ഞാൻ വിട്ട തന്നെ. ചേച്ചി മലപ്പുറം സ്വിച്ച് ഓഫ് ചെയ്താന്ന്. അതെ,
ഞാൻ മനഃപൂർവ്വം നിർത്തിയത് 78 ഞാൻ അച്ഛനോട് ഒരു ദിവസം വൺ ഫൈൻ മോർണിംഗ് ഐ സെഡ് ഐ ഡോണ്ട് സൈൻ എനി മോർ കോൺട്രാക്ട്സ്, എനിക്ക് ഇനി അഭിനയിക്കേണ്ടാകും. Why you decided like that? ഐ ഗോട്ട് ബോർഡ്. But ചേച്ചി ഭയങ്കര ലൈംലൈറ്റിൽ നിൽക്കുന്ന ടൈമല്ലേ? അതെ, എനിക്ക് പക്ഷേ എനിക്ക് അതിനോട് കുറേ കാര്യം മതിയും തോന്നി, എനിക്ക് അത് നിർത്തി. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അത് ഇപ്പം നമ്മൾ ഒരുപാട് 10-25 ലഡ്ഡു കഴിച്ചാൽ പിന്നെ ലഡ്ഡു കഴിക്കാൻ തോന്നില്ലല്ലോ. അതില്ല, പക്ഷെ ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലഡുവിനോട് കൊതി വരില്ലേ? ഇല്ല, ആ കൊതി ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അത് പോട്ടെ വിട്ടു. ചേച്ചി ഫാമിലിയെ കുറിച്ച് ഇതുവരെ ചേച്ചിയില്ല, ചേച്ചിയുടെ കാര്യവും ചേച്ചിയുടെ പിള്ളേരുടെ കാര്യവും എല്ലാം ഒന്ന് പറഞ്ഞു. എനിക്കൊരു ഒരു മോനേ ഉള്ളൂ, അർജുൻ എന്നാണ് പേര്. കഴിഞ്ഞ വർഷമായിരുന്നു കല്യാണം. മോള് പഠിച്ച് കഴിഞ്ഞിട്ടില്ല, MDS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റന്നാൾ എക്സാം തുടങ്ങിയായി. അപ്പോൾ അവരെവിടെയാ? എൻ്റെ കൂടെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്, പണ്ട് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ തിയേറ്റേഴ്സ്, ഷോപ്പിംഗ് മോൾ, അങ്ങനെയുള്ള ബിസിനസ്സാണ്. ഇപ്പം ചേച്ചി എവിടെ സെറ്റിൽ ആയി? കാലിക്കറ്റിലാണ്. അപ്പോൾ മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, കുറച്ചു കാലം വർക്ക് ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ. ഇപ്പം ചേച്ചി തറവാട്ടിലേക്ക് പോകാറുണ്ടോ? ചേച്ചിയുടെ തറവാട്ടിലേക്ക് ഉണ്ട്. അവിടെ ആരൊക്കെയുണ്ട് ചേച്ചി? ഇപ്പോൾ അവിടെ ആരുമില്ല. അവിടെ കുറേ കാലമായിട്ട് ആരുമില്ല. ആ അമ്പാട്ട് തറവാട് എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ ഭാഗിച്ചിട്ടില്ല. ഞങ്ങൾ 22,500 മെമ്പേഴ്സിൻ്റെ എല്ലാവർക്കും അവിടെ അവകാശം ഷെയറുണ്ട്. അത് കോമൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ മച്ചുണ്ട്, തൊഴും. അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രസ്റ്റും അതും ഇതൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പോവും, തൊഴും. ഇപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കിട്ട് ഒരു കല്യാണം നടത്തണം ഇപ്പോൾ എൻ്റെ തറവാട്ടിലെന്ന് വെച്ചാൽ, ഇല്ല എനിക്കൊരു പാർട്ടി നടത്തണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രസ്റ്റിനെ വിളിച്ച് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ പൈസ എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി, എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാൻ വയ്ക്കാൻ. ഇറ്റ്സ് എ കോമൺ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. അത് അന്നത്തെ കാരണവന്മാർ ചെയ്ത് അമ്പാട്ടെ ഒരു കുട്ടി പോലും റോട്ടിൽ കിടന്ന് മരിക്കരുത്. ഒന്നുമില്ലെങ്കിലും അവിടെ വന്ന് ഒരു കൂരക്കീഴിൽ കിടന്ന് മരിക്കാം. അവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. വെരി കാൽക്കുലേറ്റഡ് അല്ലേ? അത് മാത്രം ഭാഗം വെച്ചില്ല. അപ്പൊ കാരണവന്മാരൊക്കെ എന്നാ രസമായിട്ടാ ചിന്തിച്ചേക്കുന്നതെന്ന്. ഇപ്പോൾ എനിക്ക് പോയി താമസിക്കണം എന്ന് വെച്ചാൽ താമസിക്കാം. ഫുഡ് കാര്യങ്ങൾ എക്സ്പെൻസ് ഒക്കെ ഞാൻ നോക്കണം. പക്ഷേ ഐ ക്യാൻ ലിവ് ദർ ടിൽ ഐ ഡൈ. ഐ ഹാവ് ദ റൈറ്റ് ടു ലിവ് ദർ. നല്ലൊരു കാര്യം, എല്ലാവരും അങ്ങനെ ഒന്ന് കരുതണം അല്ലേ ചേച്ചി? ദാറ്റ് ഈസ് വെരി ഗുഡ്. 400 കൊല്ലം പഴക്കമുള്ള തറവാടാ. 400 കൊല്ലം പഴക്കമുള്ള നാലുകെട്ട. ചേച്ചി ഈ കൈലാസത്തിലൊക്കെ പോയുമ്പോൾ അവിടുത്തെ ഭക്ഷണവും അതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല. സത്യമായിട്ടും എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല. എന്ത് കിട്ടിയാലും കഴിക്കും. വെച്ചാൽ സ്വാദിൻ്റെ പ്രശ്നം, നമ്മളിന്ന് എന്ത് കിട്ടിയാലും കഴിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്വാദ് എനിക്കൊരു പ്രശ്നമേ അല്ല. അതെൻ്റെ അമ്മ എന്നെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്വാദ് നോക്കി ഭക്ഷണം കഴിക്കരുത്. അയ്യോ, പെൺകുട്ടിയാണെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ് അമ്മയുടെ തിയറി. അതായിരുന്നു. എന്ത് കിട്ടിയാലും അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് പോകണോ, ഒരു സ്ഥലത്ത് പോകണു, അവിടെ നമുക്ക് പറ്റിയ ഫുഡല്ല എന്ന് വെച്ചാൽ നമ്മളത് കഷ്ടപ്പെട്ട് കഴിച്ചാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് വേണമെന്ന് തോന്നിപ്പോകും. അങ്ങനെയൊന്നും മനസ്സിലൊരു വിഷമം വരരുത്. എവിടെ പോയാലും സന്തോഷമായി ജീവിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മ, പെണ്ണായാൽ അറപ്പ് പാടില്ല എന്ന് എൻ്റെ അമ്മ പറയും. കാരണം ഒരുപാട് കുട്ടികളുടെ ഇത് ചെയ്യേണ്ടി വരും, പ്രായമായിട്ടുള്ളവരെ അത് വേണ്ടിയും അതുമില്ല, അടിച്ചു വാരി തുടയ്ക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും, ടോയ്ലറ്റ്സ് കഴുകേണ്ടി വരും. അപ്പോൾ അറപ്പ് എന്ന വാക്ക് പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ്. പിന്നെ അമ്മ കൂട്ടാനൊക്കെ എടുക്കുന്ന സമയത്ത് കഷ്ണം നമ്മൾ തപ്പില്ല. എന്തേ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടേ, മോളെന്തരി തപ്പി എടുക്കണേന്ന് ചോദിക്കും. എടുത്തിട്ട് ഇഷ്ടമുള്ള എന്തിടോ അത് കഴിക്കുക. പിന്നെ ഇഷ്ടമില്ല എന്ന് പറയരുത്. എന്തും ഇഷ്ടപ്പെടണം, എന്താഹാരമായാലും അത് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അതൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച. പിന്നെ അച്ഛൻ്റെ കൂടെ മാജിക് ഷോയിൽ പോയിട്ടുള്ള ശീലമാണ് 10 വയസ്സ് തൊട്ട്. ചില സമയത്ത് പഴവും വെറും പഴം കഴിച്ച് ജീവിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. അത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ടൂറ് പോകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഐ ഹാഡ് നോ പ്രോബ്ലം. ഞാൻ സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചു കിട്ടുന്നത് സന്തോഷമായി കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എന്താ അറിയോ, എനിക്ക് ആ അമ്മ പറഞ്ഞ ആ അഡ്വൈസസ് അത് ഭയങ്കര ടച്ചിങ് ആണ്. ഈച്ച് ആൻഡ് എവറി ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും ശരി, കഴിഞ്ഞ ജനറേഷൻ ആയാലും ശരി. ഇപ്പം ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ഡിവേഴ്സ് വരുന്നു എന്ന്. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് റെസിപ്പീസാണ്. ഇതൊക്കെ ഒരു പെണ്ണ് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക ഒരു കുടുംബത്തിൽ എന്നുള്ളതാണ്. വൈവിധ്യമായിരുന്നിട്ടുള്ള ഒരു ലോകമാണ് നമ്മളുടെ. നമ്മൾ എവിടെ പോയി ചേരുന്നു, എങ്ങനെ ചേരുന്നു എന്ന് നമ്മളുടെ കയ്യിലല്ല. പക്ഷെ പോയെടുത്ത് നമ്മൾ സന്തോഷമായി ജീവിക്കാൻ അത് നമ്മളുടെ കയ്യിലാണ്. അതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയുക. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. കറക്റ്റ്.
ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അത് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളതാണ്, ഇത് ട്രയൽ ചെയ്തിട്ടുള്ളതാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്, ഫോർമുലയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ എപ്പോഴും പറയുന്ന കാര്യങ്ങളെല്ലാം. എൻ്റെ അല്ല ഒന്നും, ഒരു വാക്ക് പോലും എൻ്റെ അല്ല. ഒരുപാട് കാര്യങ്ങൾ ചേച്ചി, ഒരുപാട് ഹെവി കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ ആ വർത്തമാനവും കേൾക്കുമായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിനെ ഒത്തിരി ഇങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നറിയാം, പണ്ട് ചേച്ചി ഫിലിമിലൊക്കെ ചെയ്ത കുറെ എക്സ്പ്രഷൻസ് ഐ കുഡ് കം ഔട്ട്. ചേച്ചി ഇങ്ങനെ പറയുന്നതും ആ കുഞ്ഞു ചിരിയൊക്കെ ഇല്ലേ, അത് ഇങ്ങനെയൊക്കെയാ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഞാൻ ആഹാരം കൊടുക്കാതിരുന്നാൽ എനിക്ക് പാവം കിട്ടും. ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ബട്ട് സ്റ്റിൽ അല്ലേ. എന്തായാലും ചേച്ചിക്ക് ഞാൻ വിളമ്പിത്തരാം. ചേച്ചി ഇപ്പൊ ഞാൻ ചെയ്ത ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്തത്. ഇതിപ്പം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം സ്പൈസിയാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസിയാ. എരിവിന് അപ്പർ ലിമിറ്റ് ഇല്ല എന്ന് പറയും ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ചട്നിക്ക് അങ്ങനെ എണ്ണം പിടിച്ചല്ല, ഒരു പിടി പച്ചമുളക് എന്നാ കണക്ക്. ചേച്ചി അപ്പൊ ഇങ്ങനെ കഴിക്കും ഇങ്ങനെ ആവില്ലേ? ഇല്ല, ശീലമായിപ്പോയി. അപ്പൊ പിന്നെ ഇതേ എരിവായിരിക്കൂല. അവിടെ ഞങ്ങൾക്ക് 1/2 കിലോ മുളക് പൊടിയാണ് ഒരു മാസം. ഏത് 1/2 കിലോ മുളക് പൊടിയാണ് ഒരു മാസം. എരിവുള്ള മുളക് പൊടി? എന്റെ ദൈവമേ, അപ്പൊ ചേച്ചിക്ക് ഇത് എരിവല്ല കേട്ടോ. അങ്ങനെ ഒരു, പക്ഷെ മധുരം അതുപോലെ തന്നെ എൻജോയ് ചെയ്യും ഞാൻ. സ്വീറ്റ് ഇഷ്ടമാണ് ചേച്ചിക്ക്? ഭയങ്കര ഇഷ്ടമാണ്. ഡെസേർട്സ് ഇനി ചേച്ചി കഴിച്ചിട്ട് പറയാം, വർത്താനം മിണ്ടൂല. കുരുമുളക് ഉണ്ട് നല്ലോണം, ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പൊ ചേച്ചി എന്റെ പ്രഷറോട് പറഞ്ഞേ. അൺബിലീവബിളി ടേസ്റ്റി. എരിവല്ല, ശരിക്കും ഷോല് പറയുന്ന പോലെ വെറുതെ പറയാനല്ല, ആ കുരുമുളകിൻ്റെ ടേസ്റ്റും മസാല എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെരി 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 ടേസ്റ്റി. ഇതിൻ്റെ റെസിപ്പി തരണം, ഫിഷ് മലീരിയം രണ്ട് റെസിപ്പിയും തരാം. എന്തായാലും ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്, എൻ്റെ വകയും അല്ലാതെ ഒരു സ്പെഷ്യൽ താങ്ക്സ്.